കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻകറി വെക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. മീൻകറി ഉണ്ട്, പിന്നെ കപ്പളങ്ങ ഓമയ്ക്ക തോരൻ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തേ അതിനുള്ള മീനെല്ലാം പീസ് മീനാണ് മേടിച്ചേക്കുന്നത്, മോദമീൻ. അതിനുള്ള മീനെല്ലാം എന്തേ കഴുകി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 2-3 ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റൗ കത്തിച്ച് കൊടുത്തു. ഇനി ചൂടാകുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും ശകലം മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ രാവിലെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ. അവിടെയൊക്കെ മഴ പെയ്തോ? ഇവിടെ ചെറുതായിട്ട് രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്ന് ഭയങ്കര ചൂട്, രാവിലെ തൊട്ടേ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. കാശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വന്നാണ് കേട്ടോ, ചെരുപ്പ് ഊരിത്താണെന്ന്. ഇത് നമ്മുടെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി വെള്ളത്തോടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിവിടെ നിന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലേക്ക് ഇവിടെ ഭയങ്കര ക്ഷാമം ആയതുകൊണ്ടാണ് ഞാൻ ഇത് മൂപ്പിച്ചപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇനിയും ഞാൻ ഓർത്ത് അന്നേരം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ തിളയ്ക്കുമ്പോൾ അതിൻ്റെ വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി നമ്മുടെ കപ്പളങ്ങ തോരൻ വെക്കാൻ പോവാണേ. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കപ്പളങ്ങ ഇട്ട് കൊടുക്കുവാണേ. അപ്പം അതിനുള്ള അരപ്പിനുള്ള തേങ്ങയും പച്ചമുളകും മഞ്ഞൾ പൊടി ശകലം ജീരകവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അരച്ചെടുത്തിട്ട് വരാവേ. തോരൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഇച്ചിരി വൻപയർ ഇട്ടായിരുന്നു തോരൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇട്ട് ഇതുവരെ വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഇച്ചിരി ചെറുപയർ ഇട്ട് വെച്ച് നോക്കിയാലോ, ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറുപയർ കുക്കറിലിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുകൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണേ. നമുക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കഞ്ഞി അവിടെ തിളച്ച് വെന്ത് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇത് ഒന്ന് റെഡി ആയിട്ട് ഊറ്റാന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. കാശുകൂട്ടിനാട്ടോ എനിക്കിന്ന് പാത്രം കഴുകരുത് കേട്ടോ. പാത്രം കഴുകുന്നിടത്ത് പോയി നിന്ന് ഞാൻ കഴുകാൻ എടുത്ത് വെച്ച പാത്രം എല്ലാം ഇട്ട് വെള്ളത്തിലിട്ട് ചുമ്മാ ഇങ്ങനെ കറക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ.
ഇപ്പൊ ദേ നമ്മുടെ തോരൻ ഉപ്പ് തിന്നുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ? അതെ, തിന്നുന്ന ഒരു കൊച്ചനാണ് കേട്ടോ ഇത്. ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നില്ല കേട്ടോ. എല്ലാം ചെയ്തു. നമ്മുടെ തോരന് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറികളെന്ന് പറഞ്ഞാൽ കപ്പളങ്ങയും പയറും തോരൻ, മീൻകറി, പിന്നെ മോരുകറി ഇരിപ്പുണ്ട് കേട്ടോ. ശകലം പച്ചടി ഇരിപ്പുണ്ട്, ബീട്രൂട്ട് അച്ചാർ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് കേട്ടോ. തിളയ്ക്കുന്നുണ്ട്. എൻ്റെ നിധി പോലെ കാക്കുന്ന കറിവേപ്പില അത് കിളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിൽ നിന്ന് പറിച്ചിട്ടൊന്നാണ് കേട്ടോ 3 തണ്ട് കറിവേപ്പിലേക്ക് ഭയങ്കര ഇവിടെ എൻ്റെ വീട്ടിൽ നിറയെ കറിവേപ്പില ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ വീടിന് ചുറ്റും കറിവേപ്പിട്ട് വെച്ചു. ഇനി പോരെങ്കിൽ പോരാ പോയിരുന്നു യാത്ര വെളിച്ചെണ്ണ അയച്ചു കൊടുക്കുന്നുണ്ടേ. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെറുപയറും കപ്പളങ്ങയും കൂടി ഇട്ട് തോരൻ വെക്കാത്തവര് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഞാനും ചെറുപയർ ഇട്ട് വെച്ചിട്ടില്ല, വൻപയർ ഇട്ടേ വെച്ചിട്ടുള്ളായിരുന്നു കപ്പളങ്ങ തോരൻ കേട്ടോ. അപ്പം ചെറുപയർ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പം ദേ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.